ചന്തമേറിയ പൂവിലും സബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടി ഹന്തചാരു കടാക്ഷമാലകളർക്കരശ്മിയിൽ നീട്ടിയും. എൻ്റെ പേര് രമ്യ. ഞാൻ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഇവിടുത്തെ അധ്യാപിക കൂടിയാണ്. എനിക്ക് കൂടുതലായി പറയാനുള്ളത് ഇവിടുത്തെ വായനശാലയെക്കുറിച്ചിട്ടാണ്. 2001 നിളയുടെ കഥാകാരനായ ശ്രീ MT വാസുദേവൻ നായരാണ് നമ്മുടെ വിദ്യാലയത്തിലെ വായനശാല ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അന്ന് പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും വിപുലമായ വായനശാലയുള്ള UP സ്കൂൾ എന്ന ബഹുമതി നമ്മുടെ വിദ്യാലയത്തിനുള്ളത് തന്നെയാണ്. നമ്മുടെ വിദ്യാലയത്തിൽ ധാരാളം സർഗ്ഗപ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം വലിയൊരു മുതൽക്കൂട്ടാണ് നമ്മുടെ വായനശാല. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഏറ്റവും യുവ എഴുത്തുകാരിൽ പ്രശസ്തിയായിട്ടുള്ള പുണ്യ സിയാർ, കുളങ്കര എന്നുള്ള പുസ്തകം എഴുതിയിട്ടുള്ള പുണ്യ സിയാർ, അതേപോലെ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് ആയിരിക്കെ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നുള്ള ഒരു കുട്ടിയുടെ, സ്നേഹ എന്ന് പറയുന്ന കുട്ടിയുടെ കവിത ആ ധനകാര്യ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ മന്ത്രി ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ച ഒന്നായിരുന്നു. അതുപോലെ പുലാപ്പറ്റയിലെ എല്ലാ എഴുത്തുകാരും വളർന്നു വന്നത് നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഈ വായനശാലയിൽ നിന്നുള്ള ആദ്യ വെളിച്ചം കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ ധാരാളം സർഗ്ഗപ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും നമ്മുടെ വിദ്യാലയത്തിൽ നടന്നു വരുന്നു. വിദ്യാരംഗം കലാസാഹിത്യ വേദിയിലായാലും UPയിലെ ഏറ്റവും മികച്ച വിദ്യാലയം എന്ന ബഹുമതി നമ്മുടെ വിദ്യാലയത്തിനുണ്ട്. ഈ വിദ്യാരംഗത്തിൽ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് മുതൽക്കൂട്ടായിരിക്കുന്നത് നമ്മുടെ വായനശാലയിലെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. എല്ലാ ആഴ്ചയിലും 1-2 പീരീഡുകൾ നമ്മൾ വിദ്യാലയത്തിലെ എല്ലാ കുട്ടികൾക്കും വായിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾ വായനശാലയിൽ വന്നിരുന്ന് വായിക്കുകയും ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുകയും ചെയ്യുന്നു. അതിലൂടെ അവരുടെ വായനയിലൂടെ വളരുക എന്ന സിദ്ധാന്തത്തെ നമുക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ മാനേജ്മെൻ്റ് ആയാലും വിദ്യാലയത്തിലെ ഓരോ അധ്യാപകനായാലും ഏറെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ അഭിമാനിക്കത്തക്ക രീതിയിൽ തന്നെ പറയാൻ സാധിക്കും. ഏറ്റവും മുതൽക്കൂട്ടായി നിൽക്കുന്ന ഈ വായനശാലയ്ക്ക് എല്ലാ സപ്പോർട്ടും നൽകിക്കൊണ്ട് നമ്മുടെ മാനേജ്മെൻറ്റും അധ്യാപകരും ഒപ്പമുണ്ട്. കൂടാതെ ഇത്തവണ ഒറ്റപ്പാലം MLA ശ്രീ K. പ്രേംകുമാർ അദ്ദേഹത്തിൻ്റെ MLA ഫണ്ടിൽ നിന്ന് ധാരാളം പുസ്തകങ്ങൾ നമ്മുടെ വിദ്യാലയത്തിൽ നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും തീർത്തും കുട്ടികളുടെ എല്ലാ ശിശു സഹൃദയമായ എല്ലാ വളർച്ചയ്ക്കും മുതൽക്കൂട്ടാവുന്ന ഒന്നാണ് നമ്മുടെ വായനശാല. എൻ്റെ പേര് ധന്യ. ശബരി മാനേജ്മെൻറ്റ് 2010 ഈ വിദ്യാലയം ഏറ്റെടുക്കുന്നത്. അതിൽ ജോയിൻ ചെയ്ത ആദ്യത്തെ വ്യക്തിയാണ് ഞാൻ. തീർത്തും ചൈൽഡ് ഓറിയൻ്റ് ആയിട്ടാണ് ഈ വിദ്യാലയം മാനേജ്മെൻറ്റ് നമുക്കായി ഒരുക്കി തന്നിരിക്കുന്നത്. ഗണിതശാസ്ത്രമേളകൾ, അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ്, ഇതിലെല്ലാം സംസ്ഥാന തലം വരെ പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമസ്കാരം, എൻ്റെ പേര് വിജയലക്ഷ്മി. ഞാൻ സംസ്കാര സമ്പന്നമായ ഈ പുലാപ്പറ്റ ഗ്രാമത്തിലെ ശബരി സെൻട്രൽ UP സ്കൂളിലെ ഒരു അധ്യാപികയായി ജോലി ചെയ്യാൻ കഴിയുന്നതിന് വളരെയധികം സന്തോഷിക്കുന്നു. അത് ഏറ്റവും കൂടുതൽ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും ഒരു നല്ല അന്തരീക്ഷത്തിൽ ഇരിക്കാനാണ്. അത് ഈ പുലാപ്പറ്റ ശബരി സെൻട്രൽ UP സ്കൂളിലെ എല്ലാ അധ്യാപകരും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി സാഹോദര്യത്തോടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഞങ്ങളിവിടെ ജോലി ചെയ്യുന്നു. കുട്ടികൾ തരുന്ന ഈ സ്നേഹവും ബഹുമാനവുമാണ് ഞങ്ങളുടെ സമ്പത്ത്. ഞാനിവിടെ ഒരു സുഭാഷിതം ചൊല്ലുകയാണ്. അലസസ്യ കുതോ വിദ്യ അവിദ്യസ്യ കുതോ ധനം അധനസ്യ കുതോ മിത്രം അമിത്രസ്യ കുതഃ സുഖം. അലസന് എവിടെ നിന്നാണ് അറിവ് ലഭിക്കുക? അറിവില്ലാത്തവന് എവിടെ നിന്നാണ് ധനം ലഭിക്കുക? ധനമില്ലാത്തവന് എവിടെ നിന്നാണ് സുഹൃത്തുക്കളെ ലഭിക്കുക? സുഹൃത്തില്ലാത്തവന് എങ്ങനെയാണ് സുഖം ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ പേര് സൗമ്യമിത്ര. ഞാനിവിടെ ഇംഗ്ലീഷാണ് മെയിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത്. ശബരി CUPയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 5 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ CUP സ്കൂളിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇത് ഒരു പച്ചയായ ഗ്രാമമാണ്. ഇവിടെയുള്ള കുട്ടികളും അവരുടെ രക്ഷിതാക്കളും വളരെ നിഷ്കളങ്കരാണ് എന്ന് ഞങ്ങളുടെ ടീച്ചേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ നിഷ്കളങ്കരായ കുട്ടികളെ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒപ്പം ശബരി മാനേജ്മെൻറ്റ് കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കലോത്സവങ്ങളിലും വ്യത്യസ്ത കുട്ടികളെ വ്യത്യസ്ത ഇനങ്ങളിൽ പങ്കെടുപ്പിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അതിൻ്റെ എല്ലാം തന്നെ ഒരു റിസൾട്ട് കലോത്സവത്തിന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ചെർപ്പളശ്ശേരി സബ് ജില്ലയിലും അതിനുപരി സ്റ്റേറ്റിലും പങ്കെടുപ്പിക്കാൻ ഞങ്ങൾ കുട്ടികളെ പ്രാപ്തരാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ രക്ഷിതാക്കളുടെ കൂടി പങ്കാളിത്തം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള ഞങ്ങൾക്ക് വലിയ തിരിച്ചറിവ് തന്നെയാണ്. സോ ഇത്തരത്തിലെല്ലാം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമായി തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങനെ നിരവധി പ്രധാനാധ്യാപകരുടെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും
എല്ലാം സഹായ സഹകരണത്തോടെ ഈ വിദ്യാലയം നാൾക്കുനാൾ അഭിവൃദ്ധിയുടെ പടവുകൾ ഏറിക്കൊണ്ടേയിരുന്നു. പിന്നീട് 2010 കേരളത്തിലെ തന്നെ കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് ശബരി ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ വിദ്യാലയം ഏറ്റെടുക്കുകയും വളരെ മികച്ച സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഗ്രാമത്തിലെ വിദ്യാർത്ഥികളുടെ പുരോഗതി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുകയുമാണ് ഉണ്ടായത്. ഇന്ന് ഈ വിദ്യാലയം ശബരി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ മികച്ച സൗകര്യങ്ങളോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അധ്യാപകരും അനധ്യാപകരുമായി 40-ലധികം ജീവനക്കാർ ഇന്ന് ഈ വിദ്യാലയത്തിനുണ്ട്. വളരെ സുസജ്ജമായ ശക്തമായ ഒരു അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ പിന്തുണയും ഞങ്ങളുടെ ഈ വിദ്യാലയ പ്രവർത്തനങ്ങൾക്ക് അങ്ങേയറ്റം കരുത്തു നൽകുന്ന വസ്തുതയുമാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ, ഇവിടുത്തെ നാട്ടുകാർ എല്ലാവരും വളരെ വൈകാരികമായ ഒരടുപ്പമാണ് ഈ സരസ്വതി ക്ഷേത്രത്തിനോട് കാണിക്കുന്നത് എന്ന കാര്യവും ഞങ്ങൾക്ക് വളരെയേറെ പിന്തുണയും കരുത്തും നൽകുന്ന വസ്തുതയാണ്. അങ്ങനെ നാട്ടുകാർ, പൂർവ്വ വിദ്യാർത്ഥികൾ, വിദ്യാഭ്യാസ വിചക്ഷണർ, അതുപോലെ രക്ഷിതാക്കൾ, അധ്യാപകരായ സഹപ്രവർത്തകർ തുടങ്ങിയവരുടെ എല്ലാം പിന്തുണയിൽ ഈ വിദ്യാലയം ഇന്ന് 500-ലധികം കുട്ടികളുമായി എല്ലാവിധ നൂതന സാങ്കേതിക വിദ്യകളും ഉൾവഹിച്ചുകൊണ്ട് തന്നെ മുന്നേറുകയാണ്. ഒരു UP സ്കൂളിൽ ആദ്യമായി രൂപീകരിക്കപ്പെട്ട ഒരു വായനശാല നമ്മുടെ ഈ വിദ്യാലയത്തിന് സ്വന്തമായുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ കുട്ടികൾ എഴുത്തിൻ്റെയും വായനയുടെയും ലോകത്തിലൂടെ നല്ല രീതിയിൽ സഞ്ചരിക്കുകയും കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന എഴുത്തുകാരും വായനക്കാരും ഒക്കെയായി മാറിയ സമീപകാല ചരിത്രവും നമ്മൾക്ക് പറയാനുണ്ട്. മണ്ണൂർ രാജകുമാരനുണ്ണി, കാളിദാസ് പുതുമന തുടങ്ങി ഒട്ടേറെ പ്രഗത്ഭരായ വ്യക്തികൾക്ക് ജന്മം കൊടുക്കാനും ഈ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകരുമായി ഒക്കെ വന്ന കുറേ കാലം സേവനമനുഷ്ഠിച്ച വ്യക്തികളൊക്കെ തന്നെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു. അവരുടെയൊക്കെ മികവാർന്ന സേവനം ഈ വിദ്യാലയത്തിൻ്റെ വളർച്ചയിൽ എടുത്തു പറയേണ്ട ഒരു സംഗതി കൂടിയാണ്. ശബരി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ബഹുമാന്യനായ ചെയർമാൻ ശ്രീ ശശികുമാർ സാർ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുജൻ കൂടിയായിട്ടുള്ള മാനേജിംഗ് ട്രസ്റ്റി ശ്രീകുമാർ, ഞങ്ങളുടെ പ്രിയങ്കരനായ മാനേജർ ശ്രീ മുരളീധരൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഉത്തരോത്തരം അഭിവൃദ്ധിയുടെ പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വിദ്യാലയം. അറിവാണ് സമ്പത്ത്. സാമ്പത്തിക പരാധീനതകൾ ഒരിക്കലും വിദ്യാർത്ഥികളുടെ പഠനത്തിന് ഒരു തടസ്സമാവരുത് എന്ന് തീർച്ചപ്പെടുത്തി നല്ല ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തീർത്തും ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശമായ ഈ പുലാപ്പറ്റ പോലെയുള്ളൊരു സ്ഥലത്ത് വിദ്യാലയം ഏറ്റെടുക്കാനും അവിടുത്തെ കുട്ടികൾക്ക് സാമ്പത്തിക പരാധീനതയുള്ളവരെ എല്ലാ അർത്ഥത്തിലും സഹായിച്ചുകൊണ്ട് അവർക്ക് ഏറ്റവും ആധുനിക രീതിയിലുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുള്ള കാലോചിതമായ മുഴുവൻ മാറ്റങ്ങളെയും ഉൾവഹിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കണം എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇവിടുത്തെ അധ്യാപകരെയും നാട്ടുകാരെയും എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ മികച്ച രീതിയിൽ ഈ വിദ്യാലയം ഏറ്റെടുത്ത് അതിൻ്റെ നേതൃത്വം ട്രസ്റ്റ് വഹിക്കുന്നു.